യെസ്, ഈ ഔറംഗസേബ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതുകൂടി നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാം. അതായത് സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഗുണ്ടാ സംഘങ്ങൾ, അധോലോക സംഘങ്ങൾ വ്യാപകമാവുകയാണ്. പ്രത്യേകിച്ച് അതൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ഇത് ആർക്ക് ഗുണം ചെയ്യും, എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് എന്ന ഒരു വലിയ ആശങ്ക കൂടിയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അത് കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരം പോലെയുള്ള തലസ്ഥാന നഗരത്തിലേക്കടക്കം വ്യാപിക്കുന്ന ഗുണ്ടാ സംഘങ്ങളുടെ പുതിയ ഒരു ശ്രേണി വീണ്ടും കളത്തിലിറങ്ങുന്നു എന്നതാണ് സംസ്ഥാനത്ത് ഒരു ഗുണ്ടാ നേതാവ് തന്നെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആദ്യം ഔറംഗസേബിന്റെ ആ വെളിപ്പെടുത്തൽ കേൾക്കാം. ഇവര് വീണ്ടും സജീവമായിട്ടുണ്ടല്ലേ കൊച്ചി? എല്ലാരും റെഡി ആയിട്ട് നിൽക്കണം ഇറങ്ങുന്ന എന്റെ ഒരു തോന്നല്. നിലവിൽ ആരൊക്കെ ഇപ്പം മരട് അനീഷ്, തമ്മനം ഫൈസല്, പിന്നെ ആരൊക്കെയാ ഇപ്പൊ സജീവമായിട്ടുള്ളവര്? ഇപ്പൊ പറഞ്ഞ ഫൈസലും അനീഷിന്റെ ആൾക്കാരും ഉണ്ട്. പിന്നെ മറ്റേ അനസ് പെരുമാൾ പറഞ്ഞ ആളുടെ ആൾക്കാരൊക്കെ ഉണ്ട് ഓൾറെഡി. പുള്ളീനെ പറ്റി ഇപ്പൊ കുറച്ചൊക്കെ കേൾക്കാറുള്ളൂ, പിന്നെ അധികമൊന്നും കേൾക്കാറില്ല. എന്ന് വെച്ചാൽ ഉണ്ട്, ഓൾറെഡി ആൾക്കാരെല്ലാരും ഉണ്ട്. പിന്നെ എല്ലാവരും കുറെ മതിയായ ആൾക്കാരാണ്. കാര്യം കുറെ കേസും ബഹളവും ഒക്കെ വന്നിട്ട് എല്ലാരും ഒന്ന് ഒതുങ്ങിയൊക്കെ നിൽക്കണതാണ്. പിന്നെ ഇപ്പൊ ഇടത്ത് പ്രശ്നങ്ങളുള്ള കാരണം ഇങ്ങനെ പോണതാണ്. സമീപ ദിവസങ്ങളിൽ തന്നെയാണല്ലോ കൊച്ചിയിലൊക്കെ വലിയ സംഘടനകൾ ഉണ്ടാകുന്നത്. സംഘടനകൾക്ക് വീണ്ടും ഒരു ഈ ഗ്യാങ്, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വീണ്ടും സാധ്യതയുണ്ട് ഇവിടെ. അങ്ങനെ സാധ്യത കൂടുതലാണ്. കാര്യം പ്രശ്നങ്ങൾ ഇപ്പൊ ആയി തുടങ്ങിയിട്ടുണ്ട്. കുടിപ്പകയും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഈഗോ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായ വഴികളാണ് വന്നേക്കണേ എല്ലാം. അപ്പൊ ഈ കൊച്ചിയാണോ ഈ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത്? കൊച്ചിയാണോ? കേരളത്തില് മൊത്തത്തിൽ എടുത്തു നോക്കി ഇപ്പൊ എല്ലായിടത്തും ഇത്തരം ഗുണ്ടാ, ആലപ്പുഴയില് ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. ഇവിടുന്ന് കുറെ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പോയ ആൾക്കാരുണ്ട് കുറെ. അത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണ്ടായുള്ളത് കൊച്ചിയിലല്ല, ട്രിവാൻഡ്രമാണ് ഗുണ്ടാ സംഘങ്ങൾ കൂടുതലുള്ളതാണ് എന്റെ അറിവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാപ്പയും ഇതൊക്കെ അടിച്ചാൽ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. പിന്നെ കൊച്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ തമ്മിൽ അങ്ങോട്ടും കൂടും പ്രശ്നങ്ങളും ഇതും ഒരുപാട് ഇപ്പൊ യുവാക്കൾ ഇതിലോട്ട് തന്നെ വന്ന് ഒരുപാട് ഭാവിയും പോകും. യെസ് ടോം, ഈ ഔറംഗസേബ് പറയുന്നു, ഔറംഗസേബ് എന്നൊരു വ്യക്തിയുടെ വാക്കുകൾക്കപ്പുറം ഗുണ്ടാ മേഖലയിൽ, അധോലോക പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായി ഇടപെട്ട ഒരു വ്യക്തിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സ്വാഭാവികമായും ചില കാര്യങ്ങൾ നമുക്ക് വിശ്വാസത്തിലെടുത്തേ പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതെന്താണ് സംഭവിക്കുന്നത്? 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ സംസ്ഥാനത്ത് വീണ്ടും വ്യാപകമാകുന്നു എന്ന് പറയുമ്പോൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില സംഭവങ്ങൾ നമുക്ക് ഓർമ്മ വരും. ജയിലിൽ തമ്മിലടിക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുണ്ടാ ആക്രമണങ്ങൾ, ഇങ്ങനെയുള്ള പല സംഭവങ്ങളുമുണ്ട്. ഇതിനിടയിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കാപ്പ പോലെയുള്ള നിയമങ്ങൾ കൊണ്ട് ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ വലിയ ശ്രമങ്ങൾ നടത്തി എന്ന് പറയുന്നതൊന്നും ഫലം കാണുന്നില്ല. അവർ വീണ്ടും അങ്ങ് സജീവമാകുന്നു എന്ന് തെളിവ് കൂടിയല്ലേ ഈ ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ? തീർച്ചയായും സജിത്ത്, കാരണം കൊച്ചിയിൽ മാത്രം നിലവിൽ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത് 300ഓളം ഗുണ്ടകളാണ്. നേരത്തെ ഔറംഗസേബിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണ്ടകൾ ഉള്ളതെന്നാണ് ഗുണ്ടാ നേതാവായിട്ടുള്ള ഔറംഗസേബ് പറയുന്നത്. നമുക്കറിയാം, സമീപകാലത്ത് തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് മാത്രം നിരവധി കൊട്ടേഷൻ ഗുണ്ടാ പ്രവർത്തനങ്ങൾ അരങ്ങേറിയിരുന്നു. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകൾ നടന്നിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് കൊച്ചിയിലേക്ക് വന്നാലും. കാരണം കൊച്ചിയിലെ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കൊച്ചിയിലെ ബാറില് ഒരു വെടിവെപ്പ് ഉണ്ടാവുന്നത്. ആ ഭായ് നസീറിന്റെ സംഘത്തിൽപ്പെട്ടവരായിരുന്നു ആ വെടിവെപ്പിന് പിന്നിലെന്ന് വളരെ വ്യക്തമായി തന്നെ പുറത്തു വന്ന കാര്യങ്ങളാണ്. അതിന് പിന്നാലെ ഒരു 2-3 മാസങ്ങൾക്ക് മുൻപാണ് മരട് അനീഷിന്റെ നേതൃത്വത്തിലുള്ള 2 സംഘങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് മരട് അനീഷ് ജയിലിലാകുന്നു. മരട് അനീഷിന് ജയിലിൽ വെച്ച് കൊട്ടേഷൻ നൽകുന്നു. അങ്ങനെ മരട് അനീഷ് ജയിലിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നതും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. ഏതാനും ദിവസം, അതായത് കഴിഞ്ഞ ഞായറാഴ്ച, ഒരാഴ്ച പോലും ആയിട്ടില്ല, ആലുവയിൽ നിന്നും 3 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയിട്ട് ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ ആരാണ് തട്ടിക്കൊണ്ടുപോയെന്നോ യാതൊരു സൂചനയുമില്ല. പോലീസിന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ ഗുണ്ടാ നേതാക്കന്മാരാണ്, പ്രവർത്തകരാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന്. അങ്ങനെ വളരെ സ്വൈര്യവിഹാരം ഇവിടെ പ്രവർത്തിക്കുകയാണ് ഗുണ്ടാ സംഘങ്ങൾ, ഗുണ്ടാ നേതാക്കന്മാർ. പല ജില്ലകളിലെയും ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ വളരെ ബന്ധമുണ്ട് എന്ന കാര്യവും മറന്നീക്കി പുറത്തു വന്നതാണ്. ഏതാനും മാസങ്ങൾക്ക്, 1 മാസം മുൻപാണ് ആലപ്പുഴയില് ഗുണ്ടാ നേതാക്കന്മാരുടെ ഒരു ഗെറ്റ് ടുഗദർ നടന്നത്. അത് ബർത്ത്ഡേ ആഘോഷം.
അതായത് അങ്ങനെയൊക്കെ നടക്കുമ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ കൊച്ചിയിലെ ഗുണ്ടാ പ്രവർത്തനം സജീവമായ ശേഷം കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെടുത്ത തീരുമാനം ഇതാണ്. ഈ യോഗത്തില് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗത്തിലെടുത്ത തീരുമാനം നിലവില് ജാമ്യത്തിലിറങ്ങി പുറത്തുള്ള 300ഓളം ഗുണ്ടകളുണ്ട്. അവരെ നിരീക്ഷിക്കാൻ ഓരോ ഗുണ്ടാ നേതാക്കന്മാരെയും ഗുണ്ടാ സംഘങ്ങളെയും നിരീക്ഷിക്കാൻ ഓരോ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമ്മൾ നോക്കി കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിട്ടും അവർ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ വീണ്ടും പുറത്തിറങ്ങും. ഈ പുറത്തിറങ്ങിക്കഴിഞ്ഞ് വീണ്ടും ഇതേ പ്രവർത്തനങ്ങളിൽ തന്നെ ഏർപ്പെടും. ഔറംഗസേബിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏതെങ്കിലും, ഞാൻ ഇന്നലത്തെ അഭിമുഖത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നിങ്ങൾക്ക് മറ്റേതെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ കഴിയില്ലേ എന്നെങ്കിൽ ഈ ഒരു ഗ്യാങ്ങിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്നും ഒരു മോചിതരാകുക എന്നത് എളുപ്പമുള്ള കാര്യമാണെന്ന് ചോദിച്ചപ്പോൾ പല ബുദ്ധിമുട്ടും പറയുന്നുണ്ട്. കാരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്ന്, ഇവർ വളരെ ചെറിയ പ്രായത്തിൽ ഒരു 10ാം ക്ലാസ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോൾ ഈ ഗുണ്ടാ നേതാക്കന്മാരോടുള്ള ആരാധന കാരണം ഈ ഗ്യാങ്ങിൽ പെടുന്നതാണ്. അതിനുശേഷം അവർ മറ്റു വിദ്യാഭ്യാസമില്ല, മറ്റു തൊഴിൽ പരിചയമില്ല, ആകെ ഉള്ളത് ഗുണ്ടാ പ്രവർത്തനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവരുടെ ഒരു പ്രവർത്തന മേഖലയായി ഇത് മാറുന്നു. സ്വാഭാവികം റിട്ടയർമെന്റിനെ കുറിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് റിട്ടയർമെന്റ് ഉണ്ടോ? കാരണം തമ്മന ഷാജിയെ പോലുള്ളവർ വടിവാളും തോക്കുമൊക്കെ നിലത്ത് വെച്ച ഒരു കാലത്താണ് വീണ്ടും മറ്റ് ഗുണ്ടാ സംഘങ്ങൾ ഇവിടെ സജീവമാകുന്നത്. അങ്ങനെയുള്ള റിട്ടയർമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റിട്ടയർമെന്റുമില്ല. പലരുടെയും ജീവിതം അവസാനിക്കുന്നത് തന്നെ ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ആക്രമണത്തിലൂടെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ വെട്ടേറ്റ് പിന്നീട് തുടർന്നുള്ള ജീവിതം പൂർണ്ണമായും ഒരു കട്ടിൽ കിടക്കുന്ന അവസ്ഥ, അതല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന അവസ്ഥയിലേക്ക് വരും മാറുന്നു. അതാണ് ഇവരുടെ അന്ത്യം എന്നാണ് ഔറംഗസേബ് പറയുന്നത്. സ്വാഭാവികമായും ഇതൊരു കെണിയാണ്. ഇത്തരം റീൽസ് കണ്ട് ആകർഷിച്ച് ഈ ഗുണ്ടാ സംഘങ്ങളിൽ ചെന്നുപെടുന്ന യുവാക്കളോടുള്ള ഉപദേശവും ഔറംഗസേബ് നൽകുന്നുണ്ട്. ഈ ഒരു കെണിയിൽ പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി തന്നെ തീരും. അതായത് ഒരു 40 വയസ്സിനപ്പുറം പോകില്ല. സ്വാഭാവികമായും ഏതെങ്കിലും കൊലക്കത്തിക്ക് ഇരയാകുമെന്നാണ് ഗുണ്ടാ നേതാവ് തുറന്നു പറയുന്നത്. സജിത്ത്.